ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങളൊക്കെ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ലെസൺ പറഞ്ഞുതരാൻ വന്നതാണ്. എൻ്റെ രണ്ട് കുട്ടികളാണുള്ളത്. രണ്ട് കുട്ടികളും സ്കൂളിലേക്ക് അയച്ചു. ഇനി നമുക്ക് ലാപ്ടോപ്പ് തുറക്കാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളും റെഡിയല്ലേ? ഒരു ട്രെൻഡിങ് AI ടൂൾ ടൂത്ത് പേസ്റ്റ് ആഡ്, ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യുമ്പോൾ ആഡ്സ്, യൂട്യൂബ് ആഡ്സ്, വാട്സാപ്പ് സ്റ്റാറ്റസിൽ പോലും ആഡ്സ്. ഇതാണ് മാർക്കറ്റിംഗ്. നമ്മൾ മോർണിംഗ് റൂട്ടീനിൽ തൊട്ട് തുടങ്ങുന്നതാണ്. ട്രഡീഷണലായി നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. TV, റേഡിയോ, ന്യൂസ് പേപ്പർ, ഹോർഡിങ്സ്. TVയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഡിറ്റർജൻറ്റിൻ്റെ പരസ്യം കണ്ട് നിങ്ങളത് ഷോപ്പിൽ പോകുമ്പോൾ അത് അന്വേഷിച്ച് വാങ്ങാറില്ലേ? അതേപോലെ ബസ് സ്റ്റോപ്പിലൊക്കെ കാണുന്ന ട്യൂഷൻ സെൻറ്ററുകൾ നിങ്ങളുടെ മക്കൾക്ക് റെക്കമെൻഡ് ചെയ്യാറില്ലേ? ഇവയെല്ലാം ബ്രോഡ് ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. പക്ഷേ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തുമോ? ബഡ്ജറ്റ് കൂടുതലും വേണം. ചെറിയ ബിസിനസ്സുകൾക്ക് എല്ലായ്പ്പോഴും ഇത് അഫോർഡബിൾ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ സ്പോൺസേഡ് ആഡ്സ് വരാറില്ലേ? അതുപോലെ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആഡ്സ്. ഇപ്പൊ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാനെന്നുണ്ടെങ്കിൽ സ്പോൺസേഡ് ആഡ്സും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡ്സ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമുക്ക് ഓഡിയൻസിനെ സെലക്ട് ചെയ്യാം. അവരുടെ ഏജ്, ലൊക്കേഷൻ, ഇൻട്രസ്റ്റ്, ബിഹേവിയർ എല്ലാം അനുസരിച്ചിട്ട് നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ബഡ്ജറ്റ് ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അപ്പോൾ തന്നെ നമ്മളുടെ റിസൾട്ട് മെഷർ ചെയ്യാം. അതായത് എത്ര പേർ കണ്ടു, എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു, ക്ലിക്ക് ചെയ്തു, ആരെല്ലാം എത്ര പേര് വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇതുവഴി. എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ് ബ്രില്യൻറ്റ് ആൻഡ് സൈലം. ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ഒരു ഫുൾ പേജ് ന്യൂസ് പേപ്പർ ആഡ്, എൻട്രൻസ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട്സ് എന്നുള്ളത്. എന്നാൽ സൈലം ഇൻസ്റ്റയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ആഡ്സും കാര്യങ്ങളും പാരൻസിനെയും സ്റ്റുഡൻസിനെല്ലാം ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻ ചെയ്തത് ട്രഡീഷണൽ രീതിയാണ്. ഇതുകൊണ്ട് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. എന്നാൽ സൈലത്തിന് കൂടുതൽ ഈ ഒരു ഡിജിറ്റൽ ഫോക്കസ് കൂടുതലായതുകൊണ്ട് തന്നെ വാട്സാപ്പിൽ എൻക്വയറീസ് കൂടുന്നു, പാരൻസ് ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ എല്ലാം കൂടുകയും ചെയ്യുന്നു. ആരും സ്കിപ്പ് ചെയ്യല്, AI ടൂൾ മിസ്സാവും. അപ്പോൾ നെക്സ്റ്റ് ഗൂഗിൾ ട്രെൻഡ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ലൊക്കേഷൻ ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ കീവേഡ് എൻ്റർ ചെയ്യുക. ആരും സ്കിപ്പ് ചെയ്യല്, AI ടൂൾ മിസ്സാവും. അപ്പോൾ തന്നെ രണ്ട് പ്രൊഡക്ട്സ് ഒക്കെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിൽ നടക്കും. ഇവിടെ ആദ്യം ഞാൻ നീറ്റ് കോച്ചിങ് എത്രത്തോളം ആളുകൾ സെർച്ച് ചെയ്തിട്ടുണ്ട്, ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള വേർഡ് ആണെന്നുള്ളതാണ് ആദ്യം സെർച്ച് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് ഡാറ്റ ഇതിലിപ്പോൾ ഞാൻ ലൊക്കേഷൻ ഇന്ത്യ എന്നുള്ളത് കൊടുത്തതുകൊണ്ട് ഇന്ത്യയിലെ വിവിധ സിറ്റീസിലും സ്റ്റേറ്റ്സിലുള്ള റിസൾട്ടാണ് കാണിക്കുന്നത്. ഇനി ഞാനിവിടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ട് ഇന്ത്യ ചേഞ്ച് ചെയ്ത് കേരള ആക്കുകയാണ്. അപ്പം നമുക്ക് കേരളത്തിലെ റിസൾട്ടാണ് പിന്നെ ഇവിടെ കാണിക്കുന്നത് ഡിസ്ട്രിക്ട് വൈസ്. അതേപോലെ ഇൻട്രസ്റ്റ് ഓവർ ടൈം എന്നുള്ളത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് പാസ്റ്റ് 12 months എന്ന് കൊടുത്തപ്പോൾ ഡാറ്റ നമുക്ക് കിട്ടാൻ തുടങ്ങി. 12 months അതായത് സെപ്റ്റംബർ വരെയുള്ള ഡാറ്റ നമുക്കിവിടെ കാണിക്കും. മാത്രം ആളുകൾ നീറ്റ് കോച്ചിങ് എന്നുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കമ്പയർ ചെയ്യാൻ പോവാണ് നീറ്റ് കോച്ചിങ് വേഴ്സസ് CA കോച്ചിങ്. CA കോച്ചിങ്ങിൻ്റെ റെഡ് കളറിലാണ് കാണിക്കുന്നത്. CA കോച്ചിങ് വളരെ കുറവായിട്ടാണ് ഇതിൽ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ സെപ്റ്റംബർ, ഓഗസ്റ്റിലെല്ലാം റിസൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നീറ്റ് കോച്ചിങ് 13ഉം CA കോച്ചിങ് 5 ആയിട്ടാണ് 5% ആ ഒരു രീതിയിലാണ് 5 people അത്രയും ഉള്ള റിസൾട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ കമ്പയർ ചെയ്യാം. ഇവിടെ ഞാൻ നെക്സ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുന്നത് നീറ്റ് കോച്ചിങ്ങിനായിട്ടും CA കോച്ചിങ്ങിനായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എത്രമാത്രം ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിനായിട്ടും രണ്ടിനായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള സെർച്ചിങ് ഡാറ്റാസാണ് ഇവിടെ കിട്ടുന്നത്. ഗ്രാഫിൽ യെല്ലോ കളറിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാണിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രീവിയസ് ഇയേഴ്സിൽ അതായത് 12 months റിസൾട്ട് വരുന്നത് 85 ഒക്കെയാണ്. അതായത് മറ്റേ കമ്പയർ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള സെർച്ചസ് ആണ്, ട്രെൻഡിലാണ് ഇത് നിൽക്കുന്നത്. അതേപോലെ കൺട്രി വൈസ് ഓരോ സിറ്റീസിലുള്ള റിസൾട്ടാണ് ഇവിടെ
കാണിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നതോട് നീച്ച് കോച്ചിങ്ങും CA കോച്ചിങ്ങിൻ്റെ ഗ്രാഫ് വളരെ അണ്ടറിലാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും കറൻ്റ്ലി ട്രെൻഡിങ് ആയിരിക്കുന്ന ടോപ്പിക്സും അറിയാൻ പറ്റും. ഈ രീതിയിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ആളുകൾ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരുപാട് ടോപ്പിക്സുകളാണ് ഇതിൽ ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് നേപ്പാൾ, ഇന്ത്യ, ഒമാൻ, ഈ ഒരു ഷീറ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് CSV ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആപ്പിൾ iPhone 17 Pro Max ലോഞ്ച് ചെയ്യുന്നുള്ള ന്യൂസ് ഒന്ന് ഞാൻ അതിൻ്റെ മാത്രമായിട്ടുള്ള റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് നമുക്ക് വേറൊരു നിങ്ങൾക്കും ട്രെൻഡ്സ് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ട്രെൻഡ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം എന്താണ് ടോപ്പ് സെർച്ചിൽ വന്നിട്ടുള്ളത്. ടുമോറോ നമുക്ക് പഠിക്കാം കോണ്ടന്റ് മാർക്കറ്റിംഗ് ബേസിക്സ്, പിന്നെ അതുപോലെ തന്നെ AI ടൂൾസും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ